എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് നോക്കൂ, ഞങ്ങളിപ്പോൾ ഉള്ള വീട്ടിലാണ്. ഗൈസ് നോക്കൂ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ മൈക്കിളിന്റെ മാമൂദീസയാണ്. ഗൈസ് നോക്കൂ, ഗൈസ് നോക്കൂ, അപ്പ നാളെ എന്നാ നിന്റെ നാളെ മൈക്കിളിന്റെ മാമൂദീസയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭക്ഷണം വിളിക്കുന്നില്ല, കുറച്ച് ആൾക്കാരെ 50 പേരെ വിളിക്കുന്നു. സംഭവം ചോദിച്ചാല് ഇപ്പൊ നമുക്ക് ഇവനെ മുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവനിപ്പം 1.5 വയസ്സല്ല, 1 കൊല്ലം 7 മാസമായി. ഇനി ഇവന് മാമൂദീസ മുക്കാൻ വേണ്ടി അതിലേക്ക് ചെല്ലാൻ നേരത്തെ അച്ഛന്റെ ദേഹത്തോട്ട് ഇപ്പം വെള്ളം എടുത്തൊഴിക്കും. ഇപ്പോഴെങ്കിലും നോക്കിയാൽ ശരിക്കും നോക്കിയാൽ ഇപ്പോഴെങ്കിലും പിന്നെ ഇവനെ മുക്കുന്നതായിരിക്കും വളരെ നല്ലത്. അതല്ല, ഇവനെ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ മാമൂദീസ വെക്കാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ നമ്മള് അടുത്ത മാസം പോകുന്ന പിന്നെ ഞങ്ങൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അങ്ങനെ വരാൻ നേരത്തെ ഇവന് 2 വയസ്സും 2.5 വയസ്സും ആകാനാവും. അങ്ങനെ മുക്കാൻ വേണ്ടി ചെറുക്കനെ മാമൂദീസ മുക്കുവാണ്. നേരത്തെ മുക്കണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഇവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, നല്ല കിഡിലൻ ഡ്രസ്സൊക്കെ. പിന്നെ അമ്മ അഭിരാമി ഒരേപോലത്തെ ചുരിദാറൊക്കെ അല്ല ചുരിദാറല്ല സാരി ഞങ്ങളുടെ ഉള്ള ചേച്ചിയും മേടിച്ചു. പിന്നെ സെബിനുണ്ട്, എബിൻജാനുണ്ട്, ഞാനും സെബിനും ലിബിനും കൂടെ അടുത്ത ദിവസം. ഇവൻ നല്ല കരക്കമ്പിയായിട്ട് ഇവിടെ എന്ത് പറഞ്ഞാലും നാട്ടിലെത്തും. എന്നാണ് നമ്മള് പോകുന്നത് ഈ മാസം 15-ന് ശേഷം. 15-ാം തീയതിക്ക് ശേഷം ഞാനും ലിബിനും സെബിനും പോകും. കേരളത്തിൽ യൂറോപ്പിൽ കരക്കമ്പി ഇവൻജാനുണ്ട്, പുള്ളി റെസ്റ്റ് ആട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് നാളെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങള് ഇവിടെ തന്നെ ഇട്ടാക്കുന്നതാണ്. നമ്മുടെ ഈ വീടുണ്ടോ, ഈ ഒരു ഹാള് വലിയൊരു ഹാളാണ്. അത്യാവശ്യം ഒരു 100 പേരുടെ ഇരിക്കാനുള്ള, 100 പേരല്ല, അറ്റ സ്പേസിൽ 50 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഒരു 25-30 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഓരോന്നായി. അല്ലേ ഗൈസ്, ഇപ്പൊ രാത്രിയാണ്, തലേദിവസം പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതായത് അല്ലല്ല, ബിരിയാണി ഉണ്ട്, ചോറും കറിയും ഉണ്ട് ഗൈസ്. അതായത് നാളെ ബിരിയാണി ഉണ്ട്, ചോറും കറിയും ഉണ്ട്. അതായത് ബിരിയാണി കഴിക്കാത്തവർക്ക് ചോറും കറിയും. അപ്പോൾ 2 ഞങ്ങൾ തൊട്ടടുത്താണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടം വരെ സന്ദർശിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അല്ലേ, അതായത് നാളെ നമ്മള് 5 മണിയാകുമ്പോൾ നേരെ ഞങ്ങളുടെ ഇടവപ്പള്ളി പോകണം. ഇടവപ്പള്ളി പോയിട്ട് അച്ഛൻ കൊച്ചിനെ മുക്കി തരും. അതിന് ശേഷമാണ് ഇവിടെ പരിപാടി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്നാ വരാൻ എന്തായാലും ഇപ്പോൾ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. അപ്പൻ ഇവിടെ ഉണ്ട്, കാരണം ഞങ്ങൾ വീട് വൃത്തിയാക്കൽ ഞങ്ങൾ കുറച്ച് മജ്ബൂസ് ഉണ്ടാക്കിയായിരുന്നു. അതിന്റെ ബാക്കി പത്രമായ പരിപാടികളൊക്കെയാണ്. ഗൈസ്, നമ്മുടെ വണ്ടി ഇറക്കിട്ടോ. ഇനിയിപ്പം നേരെ ഞങ്ങൾ ഫുഡ് വെക്കുന്ന സ്ഥലത്തോട്ട് പോകണം. അതിന് ശേഷം എബിൻജാന്റെ സെബിന്റെ വീട്ടിൽ പോകും. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നല്ല കാറ്റും മഴയായിരുന്നു. ഇപ്പോഴാണ് ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങിയത്. നേരെ മെയിൻ വഴിയിലെത്തി. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ സഞ്ചരിക്കണം കേട്ടോ. അതായത് ഈ ഭക്ഷണം വെക്കുന്ന സ്ഥലത്തോട്ട്. അവിടുന്ന് വീണ്ടും ഒരു 10-15 കിലോമീറ്റർ സഞ്ചരിക്കണം എബിൻജാന്റെ സെബിന്റെ വീട്ടിലേക്ക്. ആദ്യം നമുക്ക് ബിരിയാണി വെച്ച സ്ഥലത്ത് പോയിട്ട് അതെ അതായിരിക്കും ഗുഡ്. ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തെത്തി. ഓരോ ഭക്ഷണങ്ങൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ പൊരിക്കുന്നു, മീൻകറിയൊക്കെ ഉണ്ടാക്കി ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇതിവിടെ സവോള, ഇത് മീൻകറി, ഓരോ സംഭവങ്ങളൊക്കെ ഏട്ടന്മാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻകറി ഹായ് കൈ പൊള്ളുവോ? എങ്ങനെ നക്കും ഞാൻ? അടിപൊളി അല്ലേ? അച്ചാറായിരിക്കും. ബീറ്റ്റൂട്ട് മണ്ടി സൈഡാക്കാൻ വേണ്ടി പോയിക്കോ. ഗൈസ്, അവർ ഓരോന്നായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു പണി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. ഗൈസ്, ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഉള്ളി എരിയുന്ന മെഷീനാണ്. 5 വർഷം മുമ്പേ ഞങ്ങളുടെ പരിപാടിയും ഇതൊക്കെ തന്നെയായിരുന്നു. ഇത് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഉള്ളി അല്ലേ? ഗൈസ്, ഇപ്പൊ ഇവിടെ ഉള്ളി റെഡിയാക്കല്, പിന്നെ ഭക്ഷണം വെക്കൽ, അങ്ങനെയുള്ള പരിപാടിയൊക്കെ തുടങ്ങും. ചേട്ടൻ്റെ പേര് അലീക്ക എന്നാണ്. അപ്പോൾ പുള്ളിയാണ് ചെയ്യുന്ന. ആനപ്പന്തിയിലാണ് സ്ഥലം. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ചിക്കൻ വറക്കാനുള്ള പരിപാടിയാണ്. എണ്ണ ഓരോന്നായിട്ട് പൊട്ടിച്ചിടുവാണ് അല്ലേ? ഇദ്ദേഹമാണ് അലീക്ക. അപ്പം ഇത് കണ്ടോ, ഇതിപ്പോൾ എണ്ണ ഒഴിച്ച് ഈ കാണുന്ന ചിക്കൻ മൊത്തം, ഇത് ബിരിയാണിക്കുള്ള ചിക്കനാണ്. അത് ഓരോന്ന് വറുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ബിരിയാണിയും പിന്നെ ചോറും ഇത് രണ്ടും കേട്ടോ പറഞ്ഞാൽ. ചിലർ ബിരിയാണി കഴിക്കുമല്ലോ, അപ്പം
അതിന് പകരമായിട്ട് ചോറ്. ഞാൻ പറഞ്ഞ ബിരിയാണി തീരും. ബിരിയാണി തീരും അല്ലേ? എന്നാലും ബിരിയാണി കഴിക്കൂല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവർക്ക് ചോറ് കൊടുക്കാം. ഗൈസ് എന്തായാലും നല്ല ഫുഡ് എല്ലാവരും കഴിക്കട്ടെ, കാരണം നല്ല മഴയാണല്ലോ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എന്തൊക്കെ ഉണ്ടാക്കും ചേട്ടാ? ചിക്കൻ പിന്നെ വറക്കുക, പിന്നെ ഇപ്പൊ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞോണ്ട് പിന്നെ മോരുകറിയും വെക്കും, മീൻകറിയും വെച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ തുടങ്ങുള്ളൂ. രാവിലെ തുടങ്ങും. രാവിലെ എത്ര മണിക്ക് തുടങ്ങും? 6 മണിയാകുമ്പോൾ. രാവിലെ 6 മണിയാകുമ്പോൾ തുടങ്ങും. ഞാൻ പള്ളി പറഞ്ഞ പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് ഇവരൊരു 10:30 ആകുമ്പോൾ സാധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു അങ്ങോട്ട്. അത് ചേട്ടന് ഉള്ളി അരിഞ്ഞെടുക്കാണ്ട് പോയിട്ട് ഈ മെഷീനുള്ള എത്ര ഗുണമെന്നറിയാം, പടപടയെന്ന് പരിപാടി വരും. അല്ലെങ്കിൽ ഇത് സ്ലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും കൗത്തർ വരും കേട്ടോ. പണ്ടൊക്കെ എത്ര ചാക്ക് അരിയണായിരുന്നു കൈ കൊണ്ട് അല്ലേ? ഏകദേശം എനിക്ക് ഞാനൊക്കെ 3-4 ചാക്ക് അരിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ കാണുന്ന ഉള്ളിയൊക്കെ പടപട അരിയാൻ പറ്റുന്ന മെഷീൻ തന്നെയാണ്. പല കാര്യത്തിലും നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ഈ നല്ലത്. മെഷീൻ ആകുമ്പോൾ ഉള്ളി ചതയൂല, നമ്മൾ കൈ കൊണ്ട് അരിയുമ്പോൾ കത്തിയുടെ മൂർച്ച പോലെ ഇരിക്കും. ശരി കേട്ടോ. ചതയുന്നതനുസരിച്ച് ഇതിന്റെ വ്യത്യാസങ്ങൾ വരും അല്ലേ? അറിയേണ്ട കാര്യമില്ലല്ലോ. വേറെ കാര്യമുണ്ട്, ബിരിയാണിനെ കുറിച്ച് പറയണേ നമ്മൾ എബിൻ ചേട്ടനോട് ചോദിച്ചാൽ. ബിരിയാണി ലവർ പുള്ളി കെട്ടിയത് ബിരിയാണി ഉള്ളി എടുത്തോട്ടെ. ഇനിയിപ്പം ഓരോരോ പരിപാടികൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഏറ്റവും ടാസ്കും ഏറ്റവും റിസ്ക്കും ഉള്ള പണിയാണ് ഈ പണി. തേങ്ങ ചിരണ്ടല്ലോ കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു ഇത് ശരിയാണ്, ഞാൻ 400-500 തേങ്ങയൊക്കെ ചിരണ്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കൈക്ക് നമ്മുടെ ബലമില്ലാട്ടോ, കാരണം കുറേ പിടിച്ചു കഴിയുമ്പം പിന്നെ വലിയ മിഷൻ ഇവിടെ ഒരു തരമുണ്ടാവും, ഇവിടെ ഒരു തരമുണ്ടാവും, ഇവിടെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ കൈക്കൊക്കെ പെയിൻ ആട്ടോ. കാരണം ഞാൻ താഴ് കോവളത്ത് വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ തേങ്ങ ചിരണ്ടിയിരിക്കുന്നത്. ഇപ്പം വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു 100 എണ്ണം 150 എണ്ണം ഒരുമിച്ച് പിടിക്കണം. പിന്നെ നമ്മൾ ഹോൾഡിയം കൊച്ചിലൊക്കെ ആയിരുന്നു പാക്കറ്റ് ഫ്രോഡ്സും വന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിനെ കൈക്ക് മസാജ് ചെയ്യും, കൈ നല്ല കേടായിരുന്നു. ഇതുണ്ട്, ഇതേപോലെ ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ കിൻഡൽ കണക്കിനായിരുന്നു ഇങ്ങനെ വലിയ വലിയ പാർട്ടിക്ക് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവിടെ തേങ്ങാപ്പാലിലും അരപ്പിലൊക്കെ പല കാര്യം ചെയ്തോളൂ ഈ കോവളം കൊച്ചിയിൽ. പക്ഷേ ഇപ്പോൾ പിന്നെ ഹോൾഡിയം കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ പോർസൻ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാതെ ചേട്ടൻ വന്നാണ്. ഇപ്പോൾ എല്ലാ ഹോട്ടലിലും പോർസലാണ്, നേരത്തെ ആയിരുന്നു നാച്ചുറലായിട്ട് അല്ലേ? കൈസ് ചേട്ടൻ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതേസമയത്ത് ഇവിടെ ഉള്ളി വറക്കാനും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംഭവം ചെയ്തു. ഇവിടെ ഒരു അടുപ്പ് കൂട്ടിയിട്ടുണ്ട്, ഇനി ഇവിടെ ഒരു അടുപ്പും കൂടെ കൂട്ടും കേട്ടോ. എണ്ണ തിളയ്ക്കുന്ന കാത്താണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ. ഈ എണ്ണ തിളച്ച് കഴിഞ്ഞാൽ ഉള്ളി വറക്കാം അല്ലേ ചേട്ടാ? ഈ കാണുന്ന ഉള്ളി നമുക്ക് വറുത്തിറക്കാം. ഇത് ബിരിയാണിക്കുള്ള ബിരിയാണിക്കുള്ള ഉള്ളി വറക്കുന്ന കാത്താട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. അണ്ടിപ്പരിപ്പോ ഗൈസ്, ഇത് ഞങ്ങളുടെ ചെറിയ കൊച്ചു പരിപാടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെക്കുന്നുള്ളൂ. കൂടുതലാണെങ്കിൽ ഇതിൽ ഇവിടെ ചെമ്മിന്റെ വണ്ണം, ഇവിടുത്തെ ബഹളം ഇതൊക്കെ കൂടുന്നതായിരിക്കും കേട്ടോ. വലിയ അരിപ്പത്തിരുന്ന സംഭവം ഇട്ടു. അതായത് ചേട്ടന് ഉള്ളിയല്ലേ ഇട്ടു കേട്ടോ. ഇതിന് വറുത്ത് കോരി എടുക്കണം. എല്ലാം ഉള്ളിയും അതിലേക്ക് തട്ടിയിരിക്കുകയാണ്. ഹായ്, സംഭവം കളിക്കും. ഇനി എത്ര സമയം വേണം ചേട്ടാ? 10 മിനിറ്റോ? 20 മിനിറ്റ് വേണം കേട്ടോ. ആ കാണുന്ന ഉള്ളി മൊത്തം വറുത്ത് കോരി എടുക്കാൻ വേണ്ടി. അത് ബിരിയാണിക്ക് വേണ്ടിയുള്ള മറ്റേ ഫ്രൈഡ് ഒനിയനാണ് കേട്ടോ. ഈ കാണുന്ന ഉള്ളി വറുത്തെടുത്തു. ഇനിയിപ്പം അണ്ടിപ്പരിപ്പ് വറക്കുക കേട്ടോ. ആ കാണുന്ന തവിക്കകത്ത് തന്നെ ഇട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പം പിന്നെ കോരി എടുക്കണ്ടല്ലോ. അങ്ങനെയാണോ ചേട്ടാ? അതാകുമ്പോൾ കോരി എടുക്കുന്നത് ചിലതൊക്കെ കരിഞ്ഞു കിട്ടും. അണ്ടി നോക്കാൻ നേരത്ത് അണ്ടി ഉണ്ടാവില്ല, തപ്പി എടുക്കേണ്ടി വരും. ഗൈസ്, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ ഇനിയിപ്പോ ഇതും കൂടെ വറക്കാണ്ട്, അതായത് മറ്റേ മുന്തിരിയും കൂടെ വറക്കണ്ടോ. നല്ല ചൂടാട്ടോ, നല്ല ഒന്നാന്തര ചൂട്. വിറകിലാട്ടോ പരിപാടി, അല്ലാതെ ഗ്യാസും അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വിറകിലാണ് കൂട്ടി ഉണ്ടാക്കുന്നത്. ട്രഡീഷണൽ ഉള്ളി ഗൈസ്, വിറകിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ സെറ്റപ്പ് ആയിരിക്കട്ടെ. ഇവിടെ ഇപ്പൊ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും പിന്നെ ഇതായില്ലേ ചേട്ടാ, ഗ്യാസ് ആയില്ലേ? അലീക്ക വിറകിലേ വെക്കുള്ളൂ കേട്ടോ. ഞാൻ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വിനോദ് ചേട്ടന്റെ വീട്ടില് ഞാൻ മറ്റേ ഇതിന് പോയി, അതായത് കൊച്ചിന്റെ ആദർവാണിക്ക് പോയപ്പോ നല്ല കിട്ടിലും ബിരിയാണി. അപ്പൊ ഞാൻ വിളിച്ചു വെച്ചും പറഞ്ഞു ഇതേപോലെ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചേട്ടനെ ഏൽപ്പിക്കുന്നത്. എടുക്കാറില്ല. ഈ കാണുന്ന ഇവിടെ മുന്തിരി വറുത്തു പോരും കേട്ടോ. ഇതും കറക്റ്റ് വാരിയിലേല് കരിഞ്ഞു പോട്ടോ. കറക്റ്റ് വാരി എടുക്കണം. ആയി. സെക്കൻഡുകൾ കൊണ്ട് സംഭവം റെഡി ആയിട്ടോ. ആയേട്ടാ സുഹൃത്തുക്കളെ, നമ്മൾ ആ കാത്തു നിന്ന ആ നിമിഷം ഇതായി തിരിക്കുകയാണ്. കോഴീനെ ഈ കാണുന്ന ചട്ടിയിലേക്ക് ഇടുക കേട്ടോ. നാളത്തെ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ചിക്കനാണ് ഇടുന്നത്. ഇത് മൊത്തത്തിൽ ഇടൂല ചേട്ടാ, കുറച്ച് ഇടുള്ളൂ, എന്നാലേ കറക്റ്റ് കിട്ടുള്ളൂ. മോനെ കണ്ടു പഠിച്ചോ. മൊത്തത്തിൽ ഇടൂല കേട്ടോ, കുറച്ചായിട്ട് ഈ സംഭവം ഇടത്തുള്ളൂ. ഇതിനും വറുത്ത് കോരി ഓരോ പാത്രത്തിലേക്ക് മാറ്റും. കൈസ് നോക്കി, ഇതിനും വറുത്ത് കോരി ഓരോ പാത്രത്തിലേക്ക് സംഭവം മാറ്റുക കേട്ടോ. ചിക്കൻ ഇളക്കി കൊടുക്കുക കേട്ടോ, സംഭവം കരിയാതിരിക്കാൻ വേണ്ടി. അതിന് അത്യാവശ്യം വേവ് വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് അത് ഇലക്കി സെറ്റപ്പ് ആക്കി എടുക്കണം. നല്ല കിട്ടിയില്ല ചിക്കൻ കേട്ടോ, കളർ കണ്ടാൽ അറിയാം. ഇതൊരു സാധനം തോന്നുന്നു സുഹൃത്തുക്കളെ. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാവും ഒരു കാലി കടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ആയത് ചേട്ടൻ വറുത്ത് കോരിക്കൊണ്ടിരിക്കട്ടെ. കാരണം ഇത് ഓവർ സമയം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മൂപ്പിന് ഈ സാധനം
ഓ കറക്റ്റ് കളർ സാധനം വന്നോ. ഓ കറക്റ്റ് ചേട്ടാ ഇത് മുക്കാ വേവാണ് ചേട്ടാ. ഇനി ബാക്കി മറ്റേ ഇത് ഗ്രേവി കിടന്ന് വേവും. അങ്ങനെ കേട്ടോ ഇത് മുക്കാ വേവാണ്. ബാക്കി ഇനിയിപ്പം പിന്നെ എന്താ പറയുക നമ്മുടെ ആ ഒരു മസാല കിടന്ന് വേവും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടത് ചേട്ടൻ കോരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അലീക്ക ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ആണ്. അതിൻ്റെ അന്ന് പുള്ളി തന്നെ എരിവും പുളിയും നോക്കാൻ വേണ്ടി നമുക്ക് തന്ന സാധനം കേട്ടോ. നല്ല സാധനം. എന്നെ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് ഞാൻ ബാക്കി സാധനം കൈമാറിയിരിക്കുന്നു. എങ്ങനെയുണ്ട് വിചേട്ടാ? കഴിച്ചാലേ പറയാൻ മണം കൊണ്ട് പറയണം, മണം കൊണ്ട്. ചിക്കൻ മക്കാനല്ല പറഞ്ഞേ, ഫ്രഷ് സാധനം കേട്ടോ. ഇനി മസാലയും ചോറും വരാൻ നേരത്ത് ബാക്കി നാളെ നമുക്ക് ഇതിന്റെ പൂർണ്ണ ഉത്തരം കിട്ടും. അതെ ബാക്കിയുള്ള സംഭവം ഇതാ ഓരോന്ന് വറുത്തോണ്ടിരിക്കുന്നു. അടിപൊളി ചിക്കൻ. കയ്യാക്കി നിൽക്കാൻ സമയമില്ല, ഓരോരോ പണിയുണ്ട്. ഏതാണ്ടല്ലോ ഇതിനെ ഇതൊരു ഷാലോ ഫ്രൈ പോലത്തെ ഒരു ചിക്കനാണ്. നല്ല രസമുണ്ട്, ഫ്രഷ് ചിക്കൻ ആയതുകൊണ്ട്. ഇനി മസാലയിലൊക്കെ ഫുള്ള് ബന്ധു കേട്ടോ. ജ്യൂസി സാധനം അല്ലടാ. നമ്മുടെ മോര് കാച്ചാൻ വേണ്ടി പോകട്ടോ ഗൈസ്. നമ്മുടെ മോര് കാച്ചാൻ വേണ്ടി പോകണം. ആദ്യം കടുക് ഇട്ടു, പിന്നെ ഉലുവ ഇട്ടു, പിന്നെ അതിന് ശേഷം ചേട്ടൻ വറ്റൽമുളക് ഇട്ടു. ഇനിയിപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് എടുക്കാണ്ട് പോകണ്ട. ഇതിൻ്റെ അതിന് മോര് കാച്ചെടുക്കും. അങ്ങനെ ഓരോരോ പരിപാടികൾ കിട്ടും. ഇനിയിപ്പം പച്ചമുളക് ഇട്ടു. അതിന് ശേഷം ഇനി അരപ്പൊടിയും തന്നുണ്ടോ. ഇതല്ല ഇനി വാട്ടിയതിന് ശേഷമായിരിക്കും ബാക്കി ആരെങ്കിലും ചെയ്യാൻ വേണ്ടി പോവാം. അങ്ങനെയാണോ ലിബി? ഇതെന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നെയ്ക്കറിയാം. നമ്മളിത് എത്ര ആക്കിയാലും അതിന് പാളിപ്പോവും. ഇവർക്ക് അത് ഇപ്പം നമ്മൾ വെക്കുന്നതല്ലേടാ. ഇത് അരപ്പൊഴിക്കുന്നു, മോരിൻ്റെ അരപ്പൊഴിക്കുക കേട്ടോ. അത് കഴുകി ഒഴിച്ച് ഗൈസ്. ഇനിയിപ്പം ഈ സംഭവം ശരിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യും, അതായത് മോരിളക്കി സെറ്റപ്പ് ചെയ്യും. ഇതേപോലെ ഓരോന്ന് ചെയ്ത് നാളത്തേക്ക് നമ്മുടെ ഭക്ഷണം. നാളത്തേക്ക് നമുക്ക് നമ്മൾ ചോറും കറിയും പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ഇത്ര റിസ്ക് ഇല്ലായിരുന്നു. ബിരിയാണി ആരും കഴിച്ചില്ലെങ്കിലോ. ചില ആൾക്കാരൊക്കെ ചോറ് മതി, ബിരിയാണി വേണ്ട. അപ്പം ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ അപ്പൻ്റെ തന്നെ മുഖമാണ് ആദ്യം മാറി. ബിരിയാണി ഞാൻ ഒറ്റ കാരനാണ് ബിരിയാണി ആയത്. അതെ അല്ല ചോറും കറി മൊത്തം ചോറും കറിയായി. നമ്മുടെ താളിച്ച മോര് കറിയിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഇവിടെ മറ്റേ ഇതിൻ്റെ അരപ്പും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടു. ഇനിയിപ്പോൾ മോരിട്ടു. ഇനിയിപ്പോൾ എല്ലാം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഓവർ തിളപ്പിക്കുകയല്ല കേട്ടോ അലിക്ക, ഇല്ലല്ലോ. ഇത് ഓവർ തിളപ്പിക്കുകയല്ല കേട്ടോ. ഇതിനിപ്പോൾ ഒന്ന് എന്നാ പറയുക, ഒന്ന് വാമായതിനു ശേഷം മാറ്റി വെക്കും. ഇത് ഏതാണ്ട് ഒരു 20 എത്ര പേർക്ക് 20 വരാ 25 വരാ അല്ല എത്ര പേർക്കുള്ള ഇതാ? 25 പേർക്കുള്ള മോര് കാച്ച ചെയ്താട്ടോ. നമ്മൾ അത്ര ചോറ് പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം ബീഫ്, അതുപോലെ അവിയൽ, തോരൻ, ഞങ്ങൾ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഗൈസ്. ഞങ്ങൾ നേരെ ഇരട്ടിക്ക് പോവാണ്. ഒരു കഴുതച്ചക്ക മേടിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇബിൻചാൻ്റെ വീട്ടിൽ പോകണം, സെബിൻ്റെ അടുത്ത് പോകണം. എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നേരെ തിരിച്ചു വരണം. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങാറുണ്ട്. കാരണം നാളെ രാവിലെ പള്ളിയിൽ പോകേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് നേരത്തെ കിടക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടിയൊക്കെ ഉണ്ട്. പോവിടുന്ന് മിണ്ടാതെ. ഇനി അങ്ങോട്ട് പോയാൽ വലിയ പാടായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ മാമസം ഒക്കെ സമ്മതിക്കത്തില്ല. ഗൈസ് അപ്പം കാര്യങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കാം കേട്ടോ ഗൈസ്. പിറ്റേ ദിവസം രാവിലെ കറക്റ്റ് പറയണേൽ 5:45 5:40 കേട്ടോ. ഞങ്ങളെല്ലാവരും ഡ്രസ്സ് മാറി, അപ്പനൊക്കെ ഡ്രസ്സ് മാറി നേരെ ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. അതെ മൈക്കിളും മമ്മിയൊക്കെ ഇറങ്ങിയത് ഇവിടെ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് പള്ളിയിലേക്ക് അത്യാവശ്യം ഒരു 6-7 കിലോമീറ്റർ അടുത്തുണ്ട്. നമ്മൾ 6 മണിയാകുമ്പോൾ ഖുർആനിക്ക് തന്നെ എത്തും അല്ലേ ഗൈസ്. ഫൈനലി രാവിലെ ഞങ്ങൾ പള്ളിയിലെത്തി. ഈ കാണുന്ന ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇതാട്ടോ ഇടവപ്പള്ളി. നേരെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകട്ടെ. പള്ളിയിലെ കുർബാന കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഈ കുർബാന കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മാമദിസ. എല്ലാവരും കുർബാനയ്ക്ക് ഉണ്ടായിരുന്നു. സാറ് ലേറ്റാണ്, ഫൈനുണ്ട് കേട്ടോ. ഞങ്ങൾ കറക്റ്റ് സമയം ഞാൻ കുംസാരിക്കുകയും കൂടെ ചെയ്തു കേട്ടോ. ഞങ്ങൾ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ, വലിയ ആൾക്കാരില്ല. എല്ലാം കൂടെ കൂടി പള്ളിയിൽ ഒരു 10-15 പേരുണ്ട്. ഞങ്ങളുടെ ബന്ധുക്കാരെല്ലാം കൂടെ കൂടി. അച്ഛന് ഹുപ്പീസിലാണ് പോയതാണ്. അത് കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ട് വരും. അതിനുശേഷം ഇവിടെ എവിടെയോ വെച്ചാണ് പരിപാടി. ദൈവത്തിന്റെ സ്തുതി, സമാധാനം, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ദാസനെ അങ്ങയുടെ അജടത്ത് ചേർക്കുകയും പ്രസാദവത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാൽ വിളിജനിച്ച പിതാവെ അങ്ങ് വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. ഈ ഗുണാശയത്തിലൂടെ വിലകുന്നു ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നാട്ടിൽ വിതരണം നടക്കുന്ന മാൻപേടെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. കാട്ടിൽ നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. പേജ് കണ്ടെത്തിയോ? 5-ാമത്തെ പേജ്. ജീവന്റെ ദൈവത്തെ കാണുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഞാൻ അപ്പോൾ എൻ്റെ ദൈവത്തെ കാണും. എൻ്റെ ആത്മാവെ, നീ എന്തിനാകുലപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചുടരുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. എൻ്റെ ആത്മാവ് സ്വസ്ഥമായിരിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം വർഷിക്കും. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തിൽ അഭയം തേടുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവാനും ലഭിക്കുവാനും കണ്ടെത്തുമുട്ടുവാനും തുറന്നു കിട്ടുന്നതിന്റെ ചെറുകർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാന വിവേകം ബുദ്ധിമാന്മാർക്ക് എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നല്ലോ. നിന്റെ കൃപയാൽ മാമോദിസാജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിൽ അവയവമായി തീരുന്ന ഈ ദാസൻ ഉദാശയുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായ ഉടലുകളുടെയാകട്ടെ. ഈ ദാസത്തെ പ്രതി ദാസനോട് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശ്വംസിഹായെ നിന്റെ രക്ഷകനായി നീ സ്വീകരിക്കുന്നുവോ? ഈ കർത്താവേ, വിശിഷ്ടം നിങ്കേഹം ഇന്ദിരു സന്നിധി എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും ചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങനെ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. സർവാധിപനായ കർത്താവേ, സ്വഭാവത്തിനും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും
യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവേ ശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു യോഹന്നാനിൽ സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ എനിക്ക് നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അതിന് സർവ്വതയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞവരെ യേശു ബന്ധത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് അവൻ്റെ രൂപത്തിൽ തന്നെ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്നും കേട്ടു. മാമോദീസ വഴി ദൈവത്തിനായി നിന്ന് ശിശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാൻ. ജലത്താലും ആത്മാവാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ ചെയ്ത കർത്താവേ, മാമോദീസയോട് വീണ്ടും ജനിച്ച് ദൈവത്തിനാകാനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്ന കർത്താവേ, ദൈവത്തിന് നിറവേറ്റി ജീവിക്കുവാനുള്ള കൃപാവരം ഈ ദാസന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വീണ്ടും ഇരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവേ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ തരാൻ ആഗ്രഹിച്ച് നിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അംഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബപ്രകാശവും നാടിന് സേവന മാതൃകയുമാകുന്നതും ഈ ശിശുവിനെ വളർത്തുവാനുള്ള കൃപാവരം തന്റെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്ഥാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ ഉടനെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ഫ്രാൻസിസ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തയെയും ഞങ്ങളെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തയെയും അവരുടെ സഹശുശ്രൂഷികളെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷം അറിയിച്ച് ശിക്ഷപ്പെടുത്തി മാമോദീസ നൽകാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കന്മാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കാൻ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും അവരുടെ കീഴിൽ ഒരാലയത്തിൽ വന്ന് ചേരുന്ന നിന്റെ രക്ഷാകരത്തിന് വേഗസംജാതമാകട്ടെ. ഞങ്ങൾ പരിഗണിച്ചിരിക്കുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിനെ നിത്യത്തിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും സർവശക്തി പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യമാകുന്നു. അവിടുന്ന് സംസ്കാരം ചെയ്യപ്പെടുകയും എല്ലാം സത്യപ്പെടുകയും ചെയ്തു. സത്യാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു.
സഹോദരരെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധ മാമോദീസയുടെ പരികർമ്മത്തിനൊരുക്കമായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുകയും ചെതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത കർത്താവേ, നിന്റെ സഭയിൽ പുരോഗതി ശുശ്രൂഷ ചെയ്യാൻ വിനീതനായ ഈ ദാസനെ തിരഞ്ഞെടുത്തല്ലോ. സകലത്തിനെ പൂർത്തിയാക്കാൻ വേണ്ടി യോർദാനിച്ച് യോർദാനമോസ സ്വീകരിക്കുകയും മൗസദർഗാന സഭന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവെ, ഈ പുരാശ രാവിലെ പരികർമ്മ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യനാക്കണമേ. സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും സ്നേഹവും പരിശുദ്ധാത്മയുടെ സംസർഗവും എല്ലാവർക്കും വേണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. ഈ തൈലത്തിൽ ആവശ്യിച്ചതിനെ ആശീർവദിക്കുമാറാകട്ടെ. വിശിഹായുടെ പരാജയത്തിന്റെ പ്രതീകമായ മാമോദീസയുടെ പരികർമ്മത്തിനായി ആരാധ്യമായ തീർത്ഥത്തിന്റെ നാമത്തിലെ തൈലം പ്രവർത്തീകരിക്കപ്പെടട്ടെ. ഈ തൈലങ്ങൾക്ക് ദൈവത്തിന്റെ അടയാളമായി തീരട്ടെ. വിടവിത്തരമായി ശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെട്ട മാമോദീസ ഞങ്ങൾക്ക് പരിപൂർണമായ ശുദ്ധിയും സ്വർഗഭാഗ്യവും പ്രതിപൗരത്തിൽ പങ്കാളിത്തം ലഭിക്കുവാനാകട്ടെ. ഞങ്ങൾ അങ്ങേക്കുള്ള പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിനും സ്ത്രീയും വീഴ്ചയും ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മജമായ മാമോദീസയുടെ കൊണ്ട് വിശദീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുതിയ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മോശം സ്വീകരിച്ച് പുരുഷരെല്ലാം വസിച്ചവരും പ്രകൃതി നവീകരിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇടങ്ങളിൽ വസിക്കട്ടെ. അത് താമസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്തം ലഭിക്കുമാറാകട്ടെ. ശരീരത്തിൽ ആത്മാവിൽ പൗത്രീകരിക്കുന്നത് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്ന യോഗ്യരാകുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസയുടെ പാവന നൽകി അങ്ങേ ജന്മം നൽകുന്ന ഒരു പുതിയതരമായി തീരാൻ ഈ ജനപിതാവിനെയും ഹൃദയ പരിശുദ്ധാത്മാവിനാൽ ആശീർവദിക്കപ്പെടുകയും ശുദ്ധത്തിലൂടെ കടത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മൈക്കിൾ കെവിൻ മാമോദീസപ്പെടുന്നു. നിഷ്കളങ്കമായി ജീവിക്കുവാൻ അതിനെ സഹായിക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെ പ്രകാശമായ വിശുദ്ധ നിങ്ങൾക്ക് ആഗ്രഹമായിരിക്കട്ടെ.
മാമോദീസയിലൂടെ ദൈവമകളായി മകനായി തീർന്ന് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസന് വേണ്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. സഹിവൻസാലെ ഈ പ്രാർത്ഥന നിരതരായിരുന്ന ശിഷ്യരിലെന്ന പോലെ ഈ ദാസന അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസപ്രവർത്തനം അങ്ങയെ ബന്ധപ്പെടുത്തുവാനും പിന്നെ ശക്തനാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ രൂപയാൽ പൂരിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ ആത്മാവിനാൽ ഇവനെ നിലയ്ക്കണമേ. ക്രിസ്ത്യ ജീവിത പൂർണ്ണതയിലേക്ക് ഇവൻ വളരുവാനാകട്ടെ. ഐശ്വര്യകാലത്ത് നീ വിസ്മരിക്കാതിരിക്കാനും ക്ലേശങ്ങളിൽ ആശ്രയം വയ്ക്കുവാനും ഇവന് ശക്തനാകട്ടെ. ലോകത്തിലങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷത്തിന്റെ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ നീയേകം നൽകി മരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യകാരുണ്യം ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരമിരിക്കുമാറ്റിടും ചന്ദ്രവീഴുന്ന ദൈവമേ. ആത്മാവ് ആശ്രയിക്കുന്ന പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാൽ പൂർണ്ണതയാൽ കാർമികനെ ദാസനെ മുദ്രിതനാകാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയുടെ ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്ത്രീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ത്രീഹന്മാരുടെയും പിതാവികളുടെയും കൈകൊടുപ്പ് പിടി പരിശുദ്ധാത്മദാനം ഇന്നും സഭയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ദിവ്യദാനം അങ്ങയുടെ ഈ ദാസത്തിന് ഇടയിലായി നീങ്ങിയോഗ്യനാകണമേ. പിതാവിന്റെ പരിശുദ്ധാത്മാവിനെ സർവേശ്വരായ നയിക്കും. വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ ദാസനെ മുദ്രിതനാക്കണമേ. ആഭാപിതാവെ നന്ദി വിളിക്കുവാൻ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവിട്ട് ശുശ്രൂഷവതി ദിവ്യാത്മാവിനെ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്ത ദാസനുമായി ജീവിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ദയയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവന് നിറയട്ടെ. നിങ്ങളുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസനിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും നിങ്ങളുടെ പ്രിയപുത്രന് പരിശുദ്ധാത്മാവിൻ ചെയ്യുവാൻ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങനെയല്ല, അങ്ങനെ പിടിച്ചു തലയും കൊണ്ട് തിരിച്ചു നോക്കണം. തലയും കൊണ്ട് തിരിച്ചു പിടിച്ചു. മൗലീസ സ്വീകരിച്ച മൈക്കിൾ എബിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.
വിശ്വാസം കൃപാവരമേ ദാസൻ സ്വീകരിച്ച ജീവനായകമടയാളം പരിശുദ്ധാത്മാവിന്റെ കൃപാവരം കൊണ്ടെത്തിയത് ഇവനാരംഭിച്ചിരിക്കുന്ന ജീവിതം ധരിച്ചിരിക്കുന്ന നീതിയുടെ കവിശത്തിനും എല്ലാവർക്കും തിരുവനന്തപുരം ഈ ദാസനെ സംരക്ഷിക്കട്ടെ വിശാരദി വിവരമുള്ള ജീവിതത്തോടെ തന്നെ പ്രസരിപ്പിക്കുവാനും ഇടയാവുകയും ചെയ്യട്ടെ. പിതാവേ ഒരുമിച്ച് അപേക്ഷിക്കാം. എല്ലാവരും ഒരുമിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളുടെ പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ വീഴാനിടയാകരുതേ. ഞങ്ങൾ രക്ഷിക്കണമേ. പുതുപുരാകാരും ശക്തിയും മഹത്വവും പാപങ്ങളിലേക്ക് നദിവിനായി സുരത്തിൽ രക്തത്താൽ ശിശുവിനെ കഴുകി വിശുദ്ധീകരിച്ചത് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനായി വിശുദ്ധ വാഗ്ദാനം ഈ ദാസന് നിലവിൽ നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മകനെ അവകാശി പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നമാക്കുന്നതിനെ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിൽ ആരോഗ്യം അർത്ഥപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ സാക്ഷികളുടെ സകല വിശുദ്ധയും സഭയിലുടെയും ഇടവമധ്യസ്ഥയെ പരിശുദ്ധയുടെ പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിന്റെ ജീവിത മാതൃക ഇതിന് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. വാഴ്ത്തപ്പെട്ടവരാകട്ടെ. തിരുസഭയുടെ വിശുദ്ധനായി ജീവിക്കുവാൻ അവിടുത്തെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നീങ്ങും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീര പ്രേക്ഷകനായി തീരട്ടെ. കണ്ടുകെട്ടുകാരത്തിലും കാലുകെട്ടുകാരത്തിലും ഹൃദയം ആസ്വദിച്ചിട്ടുകാരത്തിലും സൗഭാഗ്യത്തിനും അവകാശം തീരുന്നവരെ ആപത്തുകളുടെ തുണിയും സങ്കടങ്ങളുടെ ആശ്വാസവും പരീക്ഷയുടെ വരവും തീരുന്നതിനെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന്റെ സേവന മാതൃകമായി തീരുമാനം ദൈവം നിന്നെ യോഗ്യനാകട്ടെ. ഈ തിരുക്കരുടെ പങ്കുകൾ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. ഫൈനലി പള്ളിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം മൈക്കിളിന് എല്ലാം വെള്ള ഡ്രസ്സ് കിട്ടും. അതായത് ആദ്യം പിന്നെ ഒരു വെള്ള ഡ്രസ്സാണ് ഇട്ടത്. ആ കുട്ടിയുടെ ആഞ്ചലയുടെ ഒക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ. അല്ല സാറേ, അത് ഇവളുടെ മാമൂസ് കണ്ടിട്ടുണ്ടോ? ഫോട്ടോ ഫ്രെയിമില്. എത്രാമത്തെ വയസ്സിലായിരുന്നു? ചെറുപ്പത്തില് 3 മാസം. ഇവന്റെ ഇച്ചിരി 1 മാസവും 7 അല്ല 1 വർഷവും 1 വർഷം 7 മാസം. ഗൈസ് നോക്കൂ, എല്ലാം വെള്ളം കിടിയിക്കും കേട്ടോ. മൈക്കിളൊന്നും അറിഞ്ഞില്ല. മൈക്കിൾ അച്ഛനെടുത്തത് അല്ല. മൈക്കിളിന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി മേടിച്ചാണ് വെള്ള ഡ്രസ്സും പിന്നെ അതേപോലെ തന്നെ വെള്ള നിക്കറും പിന്നെ അതുപോലെ ഷൂ. ഈ ഷൂവിന് ലൈറ്റ് കത്തും കേട്ടോ. അപ്പം നടക്കാൻ നേരത്ത് ലൈറ്റ് ഒക്കെ കത്തും. മുഖത്തിന് തെളിച്ചും വന്നിട്ട് ഇതുവരെ മുടി വേണമായിരുന്നു. നമുക്ക് അറിയത്തില്ലായിരുന്നു. മുടി വേണമായിരുന്നു. ശരി കേട്ടോ. ഗൈസ്, ഇത് ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സിന് സംഭവമാണ്. ഇവിടെയാണ് മൈക്കിളിൻ്റെ മാമൂസ് മുക്കിയത്. ഗൈസ്, ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അവിടെ ഒരു 10 മുക്കാലൊക്കെ ആകുമ്പോൾ ഭക്ഷണം. ഒരു ചെറിയ കുറച്ച് പേരുടെ പരിപാടിയുള്ളൂ. വലിയ ആൾക്കാരെ വിളിച്ചിട്ടില്ല കേട്ടോ. ചെറിയ പരിപാടിയാണ്. കാരണം ചെറിയ പരിപാടിയായിട്ട് വെക്കാൻ തീരുമാനിച്ചോണ്ടാണ് കേട്ടോ. സുഹൃത്തുക്കളെ, പള്ളിയിലെ പരിപാടി കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ഇടവപ്പള്ളി. പിന്നെ ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അവിടെ എന്തൊക്കെയോ സംഭവം ചെയ്യാണ്ട്. എന്തൊക്കെയാ സാറേ? രജിസ്റ്ററിൽ പേര് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്, ഒപ്പിടാനുണ്ട്. അത് തലോട്ടമ്മയുടെ ഡീറ്റെയിൽസ് എഴുതണം, അപ്പൻ്റെ അമ്മയുടെ ഡീറ്റെയിൽസ് എഴുതണം, കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് എഴുതണം, എന്നിട്ട് ഒപ്പിട്ട് കൊടുക്കണം. അത് രജിസ്റ്റർ പൂർപ്പിക്കണം. അത് ഗൈസ് നോക്കൂ, എന്തായാലും മാമൂസ് കഴിഞ്ഞു. ലിബി അതാ കപ്പിയാരിന് പൈസ കൊടുത്തത് അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. കപ്പിയാർ ഈ എൻ്റെ അമ്മ ഇവിടെ വെച്ചാണ് പണ്ട് ഞാൻ അഭിരാമീനെ കൂട്ടാൻ ഇറങ്ങിപ്പോയി. സാർ ഓർക്കുന്നുണ്ടോ? ഈ സ്ഥലം കേട്ടോ. അത് മമ്മി നടന്നു വരുന്നുണ്ട്. ഗൈസ് എന്തായാലും നേരെ പള്ളിയുടെ ഉള്ളിലേക്ക് പോട്ടെ കേട്ടോ. ഗൈസ് ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ. പോവാം. എന്നാ ആരാ? എടാ ഇവിടെയൊക്കെ അപ്പം പണ്ട് കളിച്ചു വളർന്ന സ്ഥലമാണ്. ഇതൊക്കെ കേട്ടോ അപ്പം പണ്ട് കളിച്ചു വളർന്ന സ്ഥലം. മനസ്സിലായോ? ചിരി നോക്കിക്ക്. മാമൂദിസയായിരുന്നു എന്റെ. അപ്പൊ ഇതൊക്കെ എന്നാന്നേ മോനെ മാമൂദിസ. ഉമ്മ നാടാ.
നമ്മൾ നേരെ വീട്ടിലേക്ക് പോകട്ടോ. ഫൈനലി നമ്മുടെ ഭക്ഷണം എത്തി കേട്ടോ. ഹായ് സുഹൃത്തെ, ഹായ് ഗൈസ്, നമ്മുടെ ഭക്ഷണം എത്തി. കറക്റ്റ് 10:30 അല്ലേ? കറക്റ്റ് 10:30 എന്ന് പറഞ്ഞാൽ 10:30 എത്തി. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ സ്വന്തം കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ് വന്നത്. കൂട്ടുകാരൻ്റെ വണ്ടി ഇഷ്ടംപോലെ സാധനം ഉണ്ട് കേട്ടോ. അതിനെ പിടിച്ചോ. എന്നാ ഇറക്കാം. സാറിൻ്റെ താക്കോൽ എടുത്തിട്ടുണ്ട്. ഗൈസ് ചോറ്, പിന്നെ ബിരിയാണി, കറികൾ, അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്ന്. ബിരിയാണിയുടെ മസാല, ചൂടുള്ള മസാല. ഗൈസ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം ഇനിയിപ്പം ഇതിലെ പുറകുവശത്തൂടെ ഇതിലെ നേരെ അപ്പുറത്തോട്ട് പോകണം. അങ്ങനെ കേട്ടോ പരിപാടി. അപ്പുറത്തോടെ വേണേൽ കൊണ്ടുപോകാം. ഇവിടെ സ്ഥലമില്ല. ശരിയാ. വണ്ടിക്കട് തട്ടി കിട്ടും. ഇറക്കിക്കോ. സാറേ ഫ്രണ്ട് ഇങ്ങനെ തിരിച്ചു വെക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെ മതിയെന്ന് സാറേ, അങ്ങനെ മതിയെന്ന്. ഗൈസ് നോക്കൂ, സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് പോട്ടോ. അതിൽ കയറി പോകും കേട്ടോ. ഇത് ഇത്ര വലിയ ചമ്പല്ല, ചെറിയ ചമ്പാട്ടോ. അതുകൊണ്ട് വലിയ വിഷയമില്ല. ഇതിൻ്റെ അകത്തോട്ടോ ബിരിയാണി ഇരിക്കുന്നത്. ആ ബിരിയാണി ഇറക്കാനാണ് ഇനിയുള്ള പരിപാടി. ഇതെന്നാ? ഇതാണ് നമ്മൾ ഇന്നലെ വീഡിയോ കണ്ട നമ്മുടെ മോരുകറി. ഗൈസ് ഇത് മോരുകറി കേട്ടോ, ചോറിനുള്ള. 1 2 3 4 5 6 7 8 9 ഏതായിരുന്നു സിനിമ? നല്ലായിരുന്നോ? ഗൈസ് ഞങ്ങൾ കേക്ക് മുറിക്കാൻ ഇപ്പോൾ കേട്ടോ. മുറിച്ചോ. പ്ലാസ്റ്റിക് ആട്ടോ. അപ്പൊ കത്തി കൈമുഖമൊക്കെ വാഷ് ചെയ്തിട്ട് തരാവേ. അയ്യോ ടീച്ചറിനോട് ഇനി പ്രായപരിധികളില്ല. ഇനി ആർക്കും എടുക്കാം. കേക്ക് മുറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ഭക്ഷണ പരിപാടി കേട്ടോ. എല്ലാവരും ഇരുന്നു. ഇവിടെ ഷീറ്റ് വിരിക്കുന്നു. അത്രയ്ക്ക് ഇരിക്കാനുള്ള ആൾക്കാരുള്ളൂ കേട്ടോ. പിന്നെ വൈകുന്നേരം വരെ ആൾക്കാർ വരും. ഇവിടെയാണ് ഭക്ഷണം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് കരിങ്ങാലികൾ. ഇത് സെബിൻ കലക്കുക കേട്ടോ. സെബിൻ്റെ കരിങ്ങാലികളാണ്. പിന്നെ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ എല്ലാം ഓൾറെഡി റെഡി ആക്കി. ഇവിടെ ബിരിയാണിയുടെ സംഭവം അത് മാറ്റി. അതാ ഇതാണ് റൈസ്. ഇത് ചിക്കൻ. ഇത് ചിക്കൻ മസാല. അതിന് പ്ലേറ്റ് കുത്തി തരും. പിന്നെ അച്ചാറ്, ചള്ളാസ്, പിന്നെ ചോറിനടുത്തുള്ള ബീഫ്, മീന്, പിന്നെ അവിയൽ, പിന്നെ തോരൻ, പിന്നെ അങ്ങനെയുള്ള എല്ലാ മോര്, അങ്ങനെയുള്ള സെറ്റപ്പെല്ലാം ഇവിടെ ഉണ്ട്. മൈക്കിലൂടെ കുസ്തി കേട്ടോ. മൈക്കിളിന് നിലത്ത് നിൽക്കാൻ പറ്റില്ല, താഴെ നിൽക്കാൻ പറ്റില്ല. ഗൈസ് ഇവിടെ ഭക്ഷണം കഴിയണം. ഗൈസ് നോക്കൂ, അതായത് നല്ല കിടിലൻ ബിരിയാണി, പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറ്. പാപ്പന് ചോറ് മതി കേട്ടോ. ബിരിയാണി സത്യം ഗൈസ് നോക്കൂ, ഇവിടെ ചോറ്. ആ കുട്ടി എങ്ങനെ ഉണ്ട്? സൂപ്പറാണോ? ആ കുട്ടി ഇവിടെ എഴയുക. അത് ആ കുട്ടി എഴയുന്നു. സാറ് നേരെ നോക്കിയാണെങ്കിൽ ഇപ്പം ആ കുട്ടി 100-110 കഴിക്കും കേട്ടോ. ഇനിയിപ്പം ടീച്ചറും ബിരിയാണി കഴിക്കുന്നു. അങ്ങനെ ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എടോ കള്ളം ഇടുക ഇത്. എടാ സെബിന്
സെബിൻ നല്ല ആത്മാർത്ഥമായി വിളമ്പുന്നുണ്ട് കേട്ടോ. ഓ പിന്നെ എൻ്റെ ഒരു പാപ്പനുണ്ട് കേട്ടോ, പാപ്പൻ. പിന്നെ പാപ്പനും നല്ല രീതിയിൽ വിളമ്പുന്നുണ്ട്. അവർ രണ്ടുപേരാണ് നേതൃത്വം നൽകുന്നത്. വിനയ് പാപ്പനാണ് ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവന് അടിയായിരുന്നു, അടി. ലിബിൻ ലാസ്റ്റ് വാരി കൊടുത്തു കേട്ടോ കുറേ. അതിനാ തിന്നുന്നില്ല, നീ കൊടുക്കണം. അടി തെറിപ്പിക്കുക, മൊത്തം എടുത്ത് എറിയും കേട്ടോ. ഞാൻ കിച്ചു നമ്മുടെ വീടിന്റെ പ്ലാൻ വെച്ച് ക്ലാസ്സൊക്കെ നമ്മുടെ വീടിന്റെ പ്ലാൻ വെച്ച് ഈ വീടിനെ ഈ രീതിയിലാക്കിയത് ഇവനാക്കാം. ഇനി അടുത്ത വീട് വെക്കുമ്പോൾ ഇവനെ ഞങ്ങൾ വിളിക്കും, അല്ലേടാ? സ്വീകരിക്കും. വേറൊരു കാര്യമുണ്ട്, ഞാനും അവനും കൂടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. ഞാനും സെവിനും കൂടെ മറ്റേ കേസ് അല്ലേ ഗൈസ്. ഇവിടെ ചേട്ടന്മാർ ഫുഡൊക്കെ റെഡിയാക്കി. ഇത് അച്ഛനുള്ള ഫുഡാണ് കേട്ടോ. ഇത് പള്ളിയിലേക്ക് കൊണ്ടുപോകണതാണ്. ബിരിയാണിയും ചോറും അത് ഇത് നേരെ പള്ളിയിലേക്ക് ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകും. ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പള്ളിയിലേക്ക് അച്ഛന് നമ്മളെ മാമോശമൊക്കെ അച്ഛനെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ മൈക്കിൾ സന്തോഷമായി. മൈക്കിളെ ഞങ്ങളുടെ അവസാന ട്രിപ്പ് കേട്ടോ. അതായത് അവസാനം വിളിച്ച ആളുകളിലേക്ക് എല്ലാവരും ഉണ്ട്. തങ്ങൻ ചേട്ടാ ഹോയ് ഹോയ് ഹോയ്. ഹായ് പ്രിൻസ് ചേട്ടാ, ഹായ് ഹായ്. കഴിച്ച് നടുക്ക് കുറ്റി എത്തി. ഇനിയിപ്പോൾ അവസാനം 2 കുറ്റിയും കൂടെ എത്താറുണ്ട്. ഇനി പ്രസാദ് സാറും കൂടെ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ അയൽവക്കാർ വന്നു, എലഞ്ഞമറ്റക്കാർ വന്നു. ഹായ് പാപ്പന ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഹായ് കളിയാണോ? കഴിച്ച് കഴിച്ച് പിള്ളേർക്ക് കളി കേട്ടോ. ബാക്കി വന്നവരൊക്കെ പോയി. ഇനി കുറച്ച് പേരും കൂടെ വരാനുള്ളൂ. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം കഴിയാറായി. മമ്മി റസാക്കയുടെ രണ്ടാമത്തെ കൊച്ചുണ്ടായി. അപ്പം അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. മമ്മി റസാക്കയുടെ കൊച്ചിനെ കൊണ്ട് നേരെ ഫ്രണ്ടിലേക്ക് പോയതാണ് അവനെ കളിപ്പിക്കാൻ വേണ്ടി കേട്ടോ. അതായത് എല്ലാം കിടന്ന് കാര്യം അല്ലേടി? ആണോ? അതെ.